ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ, മീൻസ് നിങ്ങളുടെ നഷ്ടമായിട്ടുള്ള വാല്യൂ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ പേര് പറയുന്നുണ്ട്, ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നേ ഉള്ളൂ, അവർക്ക് എന്നോട് പ്രത്യേകിച്ച് യാതൊരു ഇഷ്ടമോ അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരാതി മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ലെസ് ഓപ്ഷൻ ലെസ് വാല്യൂ മോർ സാക്രിഫൈസസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഇപ്പം നിങ്ങളുടെ ഓപ്ഷൻസ് ആ റിലേഷൻഷിപ്പിൽ കുറവാണെന്ന് വിചാരിക്കുക. റിലേഷൻഷിപ്പിൽ നല്ല പൊതുവെ നിങ്ങളുടെ ഓപ്ഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് പണ്ടത്തെ കാലങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവൊക്കെയാണ് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതായത് അവർക്ക് വേറെ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് പുരുഷന്മാരെ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മാരേജ് ചെയ്തിട്ടുള്ള ആ ഒരാളെ മാത്രമാണ് അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ളൂ. അപ്പോൾ വേറെ ഒരുപാട് പേരെ പ്രണയിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരുടെ വാല്യൂ കുറയും. അങ്ങനെ കുറഞ്ഞു പോകും എന്നുണ്ടെങ്കിൽ പോലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല രീതിയിലും അവർ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്, ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓപ്ഷൻസ് ഉള്ള ഒരാളായിട്ട് മാറാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതായത് ഇയാൾ പോയി കഴിഞ്ഞാലും എനിക്ക് വേറൊരാൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത്, അതായത് നിങ്ങളോടൊന്ന് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് പോകും, അപ്പോൾ അങ്ങനെ ഒരു പേടി അവരുടെ മനസ്സിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരികയാണ്, നിങ്ങളോട് അങ്ങനെ മിസ്ബിഹേവ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് മറ്റൊരുപാട് ആളുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് കഴിയും, ഇങ്ങനെയുള്ളൊരു തോന്നൽ ആ പേഴ്സൺ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഇട്ടിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് വാല്യൂ തരുന്നത് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ അവരെ തന്നെയാണ് എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത്, അവരില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, അവരെ നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വാല്യൂ കുറഞ്ഞു പോകുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത് അവരാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോഴും നിങ്ങളോടുള്ള വാല്യൂ കുറയും എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് സംശയം ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മളെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക, അപ്പോൾ ഇവർ ഞാനുള്ളത് കൊണ്ടാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നാണ് എപ്പോഴും അവർ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാഷ് വാങ്ങിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അവരോടുള്ള ഒരു വാല്യൂ കുറഞ്ഞു പോകുന്നുള്ളതല്ലേ. അപ്പോൾ ഇതന്നെയാണ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും എപ്പോഴും നമ്മൾ അവരെ തന്നെയാണ് ആശ്രയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളോട് ഉള്ള വാല്യൂ കുറയും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ തരുന്നതൊക്കെ കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫാമിലി ലൈഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലിയിൽ ഭർത്താവ് മാത്രമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ചിലവ് നോക്കുന്നത്, നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ചെറിയൊരു സാധനം വേണമെങ്കിൽ, നമുക്കൊരു ഡ്രസ്സ് വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ ആ വൈഫ് ആ ഒരു ഹസ്ബൻഡിനെ തന്നെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ വൈഫിനോടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കുറയും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നേരെ മറിച്ച് രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. കാരണം ഷെയർ ചെയ്യാനായിട്ട് ആളുണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ നോക്കാനായിട്ട് രണ്ടുപേർക്കും പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ വരില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും, വാല്യൂ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റം വരുത്തുക. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് ബോൾഡ് ആവാൻ, കുറച്ച് സ്ട്രോങ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ ലോകത്തിന് എപ്പോഴും ആവശ്യമുള്ളത് ബോൾഡ് അല്ലാത്ത, സ്ട്രോങ് അല്ലാത്ത, എപ്പോഴും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകളെയാണ്. അതായത് അങ്ങനെയുള്ള ആളുകളെയാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ എന്തിനു വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ടാവുക നമ്മളെപ്പോഴും അവരുടെ പുറകെ പോകുന്ന, അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് അല്ലാത്ത, ബോൾഡ് അല്ലാത്ത ഒരാളായിട്ട് മാറണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ എന്ത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കും, അവർ പറയുന്ന നുണകൾ നമ്മൾ വിശ്വസിക്കും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോഴും കുറച്ച് ബോൾഡായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അവരെന്തെങ്കിലും പറയുകയാണ്, അവരിപ്പോൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ തിരിച്ച് നമുക്ക്
നമുക്ക് പറയാനായിട്ട് കഴിയണം. അത് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് നമ്മളങ്ങനെ പറയാൻ പാടില്ല, അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. എപ്പോഴും നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ആരുടെ മുമ്പിലും കരയില്ല, ഇനിയിപ്പോൾ എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ കരയില്ല എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ഒരു വാല്യൂ തിരികെ കിട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെയുള്ള ഒരു പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വാല്യൂ കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോയി, റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ വാല്യൂ ഇല്ലാതെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. വാല്യൂ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു വില എന്നൊക്കെ പറയുന്നത് നമ്മളാണ് നഷ്ടപ്പെടുത്തുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നഷ്ടമായിട്ടുള്ള ആ ഒരു വാല്യൂ തിരികെ കിട്ടും എന്നുള്ളതിൽ ഞാൻ ഉറപ്പ് തരുന്നു. യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെ ലൈഫും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്